ഹല്ലേലൂയ. ദൈവത്തിൻ്റെ പരിശുദ്ധ നാമം വാഴ്ത്തപ്പെടട്ടെ. ക്രിസ്തുവിൽ ഏവർക്കും സ്നേഹ വന്ദനം. ഗലാത്യ ലേഖനം 5-ാം അധ്യായത്തിൻ്റെ 1-ാം വാക്യത്തിൽ സ്വാതന്ത്ര്യത്തിനായിട്ട് ക്രിസ്തു നമ്മെ സ്വതന്ത്രരാക്കി, ആകയാൽ അതിൽ ഉറച്ചു നിൽപ്പീൻ, അടിമനുഖത്തിൽ പിന്നെയും കുടുങ്ങിപ്പോകരുത് എന്നുള്ളതായ ഒരു വാണിംഗ് ആണ് അവിടെ നമുക്ക് കാണുവാനായിട്ട് കഴിയുന്നത്. അപ്പോസ്തലനായ പൗലോസ് ഗലാത്യയിലെ വിശ്വാസികളോട് പറയുന്ന ഒരു പ്രത്യേക ദൂതാണ് ഇവിടെ നാം കാണുന്നത്. അവര് യഹൂദ മതത്തിൽ നിന്ന് ക്രിസ്ത്യാനികളായി തീരുവാനായിട്ട് ഇടയായി തീർന്നു. എന്നാൽ പിന്നെയും അവരുടെ ഇടയിൽ ന്യായപ്രമാണം കൂടെ അതിൻ്റെതാകുന്ന നിലയിൽ ചില കർമാചാരങ്ങൾ കൂടി അനുഷ്ഠിച്ചു പോകണമെന്നുള്ളതാകുന്ന ചില ചിന്താഗതികൾ അവരിൽ ചിലരെ ഭരിക്കുവാനിടയായി. പരിച്ഛേദന പോലെയുള്ളതായ ചില കാര്യങ്ങൾ കൂടി വേണം, അത്യാദി കാര്യങ്ങൾ അവര് ചിന്തിച്ച് അങ്ങനെ ഒരു വിഭാഗം ആളുകൾ നിൽക്കുമ്പോൾ പൗലോസ് പറയുന്ന കാര്യമാണ് ഇവിടെ നമുക്ക് കാണുവാനായിട്ട് കഴിയുന്നത്. അങ്ങനെയെങ്കിൽ ക്രിസ്തുവിനെ കൊണ്ട് നിങ്ങൾക്ക് പിന്നെ ആവശ്യമില്ല എന്ന കാര്യമാണ് കീഴ്പോട്ട് വായിച്ചു വരുമ്പോൾ താൻ ഓർമ്മപ്പെടുത്തുന്നത്. ന്യായപ്രമാണത്തിൽ ഏതാണ്ട് 600-ലധികം കൽപ്പനകളും ചട്ടങ്ങളും അടങ്ങിയിട്ടുണ്ട്. ഇതെല്ലാം അതേപടി പാലിച്ചുകൊണ്ട് ആർക്കും ന്യായപ്രമാണം മുഖാന്തരം രക്ഷ പ്രാപിപ്പാനായിട്ട് സാധ്യമല്ല. എന്നാൽ കൃപയാൽ ക്രിസ്തുവേശുവിലൂടെയാണ് അവിടുന്ന് നമ്മെ നീതീകരിച്ചിരിക്കുന്നത് എന്നതാണ് നമുക്ക് ദൈവവചനത്തിലൂടെ വ്യക്തമായി മനസ്സിലാക്കുവാനായിട്ട് കഴിയുന്നത്. ഇവിടെ തന്നെ 4-ാം അധ്യായത്തിൽ പൗലോസ് അതിന്റെ 8 മുതൽ പറയുമ്പോൾ, എന്നാൽ അന്ന് നിങ്ങൾ ദൈവത്തെ അറിയാതെ സ്വഭാവത്താൽ ദൈവങ്ങളല്ലാത്തവർക്ക് അടിമപ്പെട്ടിരുന്നു. ഇപ്പോഴോ ദൈവത്തെ അറിഞ്ഞും വിശേഷാൽ ദൈവം നിങ്ങളെ അറിഞ്ഞുമിരിക്കെ നിങ്ങൾ പിന്നെയും ബലഹീനവും ദരിദ്രവുമായ ആദ്യ പാഠങ്ങളിലേക്ക് തിരിഞ്ഞ് അവയ്ക്ക് പുതിയതായി അടിമപ്പെടുവാൻ ഇച്ഛിക്കുന്നത് എങ്ങനെ? വീണ്ടും 10-ാം വാക്യത്തിൽ നിങ്ങൾ ദിവസങ്ങളെയും മാസങ്ങളെയും കാലങ്ങളെയും ആണ്ടുകളെയും പ്രമാണിക്കുന്നു. അങ്ങനെ ആ പഴയ ന്യായപ്രമാണം വീണ്ടും പ്രമാണിച്ചത് കൊണ്ട് അർത്ഥമില്ല എന്നത് താൻ ഓർമ്മപ്പെടുത്തുന്നു. വീണ്ടും 3-ാം അധ്യായത്തിന്റെ 23-ൽ വിശ്വാസം വരും മുമ്പേ നിങ്ങൾ നമ്മിൽ വെളിപ്പെടുവാനിരുന്ന വിശ്വാസത്തിനായിക്കൊണ്ട് ന്യായപ്രമാണത്തിന് കീഴിൽ അടച്ച് സൂക്ഷിച്ചിരുന്നു. വിശ്വാസം വരും മുമ്പേ ന്യായപ്രമാണത്തിന് കീഴിൽ അടച്ച് സൂക്ഷിച്ചിരുന്നു എന്ന് പറഞ്ഞാൽ ഏതാണ്ട് റിമാൻഡിൽ കഴിയുന്നത് പോലെ തൂക്കാൻ വിധിച്ചിരിക്കുന്ന ഒരു വ്യക്തി ദിവസങ്ങൾ എണ്ണി കഴിയുന്നത് പോലെ അടച്ച് സൂക്ഷിച്ചിരുന്നതായ അനുഭവങ്ങൾ. എന്നാൽ ക്രിസ്തുവിലൂടെ സ്വാതന്ത്ര്യം പ്രാപിച്ചിട്ട് വീണ്ടും ആ ഒരു തൂക്കുകയറിലേക്ക് തിരിച്ച് പോകുവാൻ ആരെങ്കിലും ഇച്ഛിക്കുമോ? അതാണ് ഇവിടെ നമുക്ക് കാണുവാനായിട്ട് കഴിയുന്നത്. അതേ പ്രിയമുള്ളവരെ, ക്രിസ്തു നമ്മെ നീതീകരിച്ചത് നമ്മുടെ ആരുടെയും പുണ്യപ്രവർത്തികൾ കൊണ്ടോ കർമാചാരങ്ങൾ കൊണ്ടോ അല്ല. കർമാചാരങ്ങൾ കൊണ്ട് അന്നും ഇന്നും ആർക്കും പൂർണ്ണമായി രക്ഷ പ്രാപിപ്പാനായിട്ട് സാധ്യമല്ല. ന്യായപ്രമാണത്തിലൂടെയും ക്രിസ്തുവിലൂടെയും അല്ല രക്ഷ പ്രാപിക്കുന്നത്, ക്രിസ്തുവിലൂടെ മാത്രമാണ് രക്ഷ പ്രാപിക്കുന്നത് എന്നറിഞ്ഞുകൊണ്ട് വിശ്വാസത്താൽ അഥവാ ക്രിസ്തുവിനെ പൂർണ്ണമായി നമ്മുടെ ഹൃദയത്തിൽ അംഗീകരിച്ചുകൊണ്ട് വിശ്വാസത്താൽ ആ നീതീകരണം ഏറ്റെടുക്കുകയാണ് നമുക്ക് ആവശ്യം. അതേ ദൈവാഖരങ്ങളിൽ പൂർണ്ണമായി സമർപ്പിക്കാം. അവിടുന്ന് നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ. അസാധ്യമായ എനിക്കൊന്നുമില്ല, എന്നെ ശക്തനാക്കുന്നവൻ മുഖാന്തിരം. അസാധ്യമായ എനിക്കൊന്നുമില്ല, എന്നെ ശക്തനാക്കുന്നവൻ മുഖാന്തിരം. ബുദ്ധിക്കതീതമത്യത്ഭുതങ്ങളാൽ എൻ്റെ ദൈവം എന്നെ നടത്തുന്നു. ബുദ്ധിക്കതീതമത്യത്ഭുതങ്ങളാൽ എൻ്റെ ദൈവം എന്നെ നടത്തുന്നു. സാധ്യമേ, എല്ലാം സാധ്യമേ, എൻ യേശുവിൻ കൂടെയുള്ളതാ. സാധ്യമേ, എല്ലാം സാധ്യമേ, എൻ യേശുവിൻ കൂടെയുള്ളതാ.
പ്രയാസങ്ങൾ വന്നിടിലും തെല്ലും കുലുങ്ങുകയില്ല ഇനി. ഭാരം പ്രയാസങ്ങൾ വന്നിടിലും തെല്ലും കുലുങ്ങുകയില്ല ഇനി. ബുദ്ധിക്കതീതമാം ദിവ്യ സമാധാനം എൻ്റെ ഉള്ളത്തിൽ അവൻ നിറയ്ക്കുന്നു. ബുദ്ധിക്കതീതമാം ദിവ്യ സമാധാനം എൻ്റെ ഉള്ളത്തിൽ അവൻ നിറയ്ക്കുന്നു. സാധ്യമേ, എല്ലാം സാധ്യമേ, എൻ യേശു എൻ കൂടെയുള്ളതാ. സാധ്യമേ, എല്ലാം സാധ്യമേ, എൻ യേശു എൻ കൂടെയുള്ളതാ. ശക്തികളെ ജയിക്കും ഞാൻ, വചനത്തിൻ ശക്തിയാൽ ജയിക്കും ഞാൻ. സാത്താന്യ ശക്തികളെ ജയിക്കും ഞാൻ, വചനത്തിൻ ശക്തിയാൽ ജയിക്കും ഞാൻ. ബുദ്ധിക്കതീതമാം ശക്തി എന്നിൽ നിറച്ചെന്നെ ജയാളിയായി നടത്തുന്നു. ബുദ്ധിക്കതീതമാം ശക്തി എന്നിൽ നിറച്ചെന്നെ ജയാളിയായി നടത്തുന്നു.